നമസ്കാരം. നമ്മൾ स्पिरिचुअल अनाटमीൻ്റെ सेशन कंटिन्यू ചെയ്യാണ്. स्पिरिचुअल एनाटमी का सेशन हम ऐसे चालू रख रहे हैं. अभी अब जल चक्र के बारे में डिस्कस कर रहे हैं. वाटर पॉइंट പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ പോയിന്റ് അല്ലെങ്കിൽ ജലചക്രം, ഫോർത്ത് പോയിന്റ്, അതിൻ്റെ സ്വഭാവങ്ങൾ, करेज, उसका कैरेक्टर्स है धैर्य, करेज, ह्यूमिलिटी, विनय, പിന്നെ काइंडनेस, दूसरों की प्रति हमारा जो करुणा भाव है, ये सब उसमें आता है, फोर्थ पॉइंट में आता है. അപ്പോൾ നാലാമത്തെ പോയിന്റ് എത്തുമ്പോൾ നമുക്കൊരു മനോധൈര്യം വരും. അതുമാത്രമല്ല, നമുക്ക് അവിടെ എത്തുമ്പോൾ റിഫ്രഷിंग, ഒരു തണുപ്പ്. उधर पहुंचते तक एक बहुत ऐसे कूलिंग जैसा अनुभव करते हैं. ऐसे जो आदमी है जो वाटर पॉइंट का जो कैरेक्टर बढ़ाया है, उसके पास पहुंचने तक इतना हमारे वहाँ से कॉन्फिडेंस आता है, इतना हमको रिफ्रेशमेंट मिलता है. यही इसका स्वभाव है. നമ്മൾ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു സമാധാനം, ശാന്തി, മനോധൈര്യം, തണുപ്പ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കൂൾനെസ് അനുഭവിക്കുന്നത് മനസ്സിലാവും വാട്ടർ പോയിന്റിന്റെ സ്വഭാവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വാട്ടർ പോയിന്റ് और ആത്മാ പോയിന്റ്, ഫോർത്ത് പോയിന്റ് और സെക്കൻഡ് പോയിന്റ് തമ്മിലുള്ള കോർഡിനേഷനാണ്. എല്ലാ പോയിന്റിനും എല്ലാ എലിമെന്റ്സും ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. സബി പോയിന്റ്സ് में, सभी चक्रों में सभी एलिमेंट्स है. അപ്പോൾ ഇവിടെ വാട്ടർ പോയിന്റിൽ ആത്മാ ചക്ര അത് വരുന്നത്, ഇപ്പോൾ വാട്ടർ പോയിന്റ് 12 o'clock വരുന്നത് എയർ എലിമെന്റ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് എർത്ത് എലിമെന്റ്. നമ്മൾ എർത്ത് എലിമെന്റ് ഡിസ്കസ് ചെയ്യും. ഇനി 6 o'clock പൊസിഷൻ में है ആത്മാ എലിമെന്റ്. 6 o'clock പൊസിഷനിലാണ് ആത്മാ എലിമെന്റ്. അപ്പോൾ ആത്മാ എലിമെന്റ് ക്വാളിറ്റീസ് ഉണ്ട്. ആത്മാ അല്ലെങ്കിൽ ഈഥർ എലിമെന്റ്, उसका कैरेक्टर हमने डिस्कस किया है. इप्राവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ് समाधानम, कामनेस, शांति है, पूरी शांति है. और इतना शांति है कि हमको ऐसा महसूस होगा कि अभी आगे नहीं जाना है. അത്രയും സമാധാനം ഉണ്ടാവും. ഇനി മതി, മുന്നോട്ട് പോകണ്ടാതെ തോന്നും. കാരണം അത് ആത്മാവിൻ്റെ പോയിന്റാണ്. നമ്മുടെ മാസ്റ്റേഴ്സ് അതിനെ ക്രൈസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഭഗവാൻ जीसस क्राइस्ट का पॉइंट बोलते थे, सेकंड पॉइंट, क्योंकि जीसस क्राइस्ट का वो क्वालिटी था कामनेस, इतना कामनेस था उसको. അപ്പോൾ കാംനെസ്സും കറേജും തമ്മിൽ എന്താണ് ബന്ധം? മനസ്സിൻ്റെ ഒരു കാംനെസ്സും ധൈര്യവും തമ്മിൽ എന്താണ് ബന്ധം? നമുക്കറിയാം, വെള്ളം, സൈലൻ്റ് ആയിട്ടിരിക്കുന്ന വെള്ളം ഭയങ്കര ആഴമുണ്ടാവും. നമ്മൾ വെള്ളത്തിൻ്റെ ഉപരിതലം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമാണ്. അതിൻ്റെ അർത്ഥം എന്താ? വെള്ളം നല്ല ആഴമുണ്ടാവും. जब पानी के ऊपर का हिस्सा इतना स्टिल है तो पता चलेगा उसका बहुत डीप है, अंदर का बहुत डीप. स्टिल वाटर्स आर डीप എന്ന് പറയും. അപ്പോൾ इतना करेज जो आदमी को है, നമ്മൾ കറേജ് ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഉള്ളിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ആത്മധൈര്യം വരുന്നപ്പോഴാണ്. നമ്മൾ മാസ്റ്ററിൻ്റെ, നമ്മുടെ ഉള്ളിലെ സോഴ്സ് ആയിട്ട് കണക്ട് ആകുമ്പോൾ. हमारा अंदर जो करेज कब डेवलप होता है? जब हम अंदर मास्टर की तरफ ज़्यादा बढ़ते हैं, कनेक्टेड होता है. കാരണം നമുക്കറിയാം നമ്മുടെ ജീവിതം ഗൈഡഡ് ആണ്. हमको पता चलने लगता है कि हमारा लाइफ ऐसे नहीं हो रहा है, पूरा ऐसे मार्गदर्शन में चले, ഗൈഡഡ് है. അപ്പോൾ നമ്മൾ ഒരിക്കലും വഴി തെറ്റില്ല എന്നുള്ള ഒരു ബോധം വരും. अभी हम बाहर से व्यतिरिक्त नहीं होंगे, ऐसा हमको महसूस होने लगा, क्योंकि हमारा गाइडेंस अंदर से महसूस होने लगता है. നമ്മൾ अंदर का आवाज़ പറയും, നമ്മുടെ ഉള്ളിലുള്ള ശബ്ദം, ഇന്നർ വോയിസ്, അത് നമ്മൾ അറിയാൻ തുടങ്ങും. മഹാത്മാഗാന്ധിജിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്, മഹാത്മാഗാന്ധിജി പ്രധാനപ്പെട്ട തീരുമാനമൊക്കെ എടുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതൊരു ഇന്നർ വോയിസ് കേട്ടിരുന്നു എന്ന് പറയും. जो अंदर का जो शब्द है वो सुनाई देने लगता है जब हम शांत है, काम है. जैसे थोड़ा हमारे जो हलचल से, इससे दूर रहकर थोड़ा बैठते हैं तो हमको अंदर का वो शब्द सुनने लगता है. നമുക്ക് അങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഉള്ള ശബ്ദം കേൾക്കാം. അതാണ് ശാന്തതയുടെ പ്രധാനം. ആത്മാവിൻ്റെ ആ ശാന്തത, आत्मा का जो कामनेस है वो भी डीप है. ऐसा नहीं कि कामनेस इतना है, काम खत्म नहीं होगा, ऐसा नहीं. कामनेस വളർന്ന് ശാന്തത വളർന്ന് വരുന്നു. और जब हम मास्टर के जैसे बन जाते हैं तो ये शांति हमारा स्वभाव बन जाता है. അത് ആഴത്തിലുള്ള കാംനെസ് ആണ്. और वो कामनेस भी हम ट्रांससेंड करते हैं. മാസ്റ്റർ പറയുന്നത് കാംനെസ്സും കടന്നു പോകുന്നതാണ്. സമാധാനം, ശാന്തിയൊക്കെ കടന്നു പോകണം. നമ്മൾ അതിൻ്റെ സോഴ്സ് ആയിട്ട് മാറും. जब हम मास्टर के जैसे ही बनते हैं, जो ही हमारा लक्ष्य है, जो हमारे पास आते हैं उनको शांति महसूस होने लगता है. അപ്പോൾ ആ കാംനെസ് എന്നാണ് ഈ മനോധൈര്യം ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ
ധൈര്യം കാണിക്കുന്ന എങ്ങനെയാണ്? ഭയങ്കര ധൈര്യവാനാന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ആളാണ്. जब साधारण ऐसे शब्द में हम बोलते हैं कोई करेजस है, धैर्यवान है, हम सोचते हैं कि वो बहुत ही ऐसे शोर मचाते हैं, लेकिन करेज दिखाते हैं। ऐसा नहीं है, करेज में दिखावा नहीं है, सच्चा करेज अंदर में अतरी डीप ആണ്. जब वो जब वो ऐसे प्रकट होना है तभी प्रकट होता है. ശരിയായിട്ടുള്ള ധൈര്യം പ്രകടിപ്പിക്കേണ്ട ആവശ്യം മാത്രമുള്ളപ്പോഴേ പ്രകടിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവാൻ കൃഷ്ണന്റെ ഉദാഹരണം പറഞ്ഞു. शिशुपालन भगवान कृष्ण ने चीता പറയുന്നു. शिशुपाल राजसूय यज्ञ के बाद जब भगवान को सभी चरण स्पर्श करने वाले थे तब उसने गालियां शुरू कर दिया. शिशुपालन चीता പറയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചാടി നീട്ടു. ഭീമൻ ചാടി നീട്ടു, अर्जुनन ചാടി നീട്ടു. तब भीष्म ने बोला बैठिए, अभी सिंह वो बैठा है, सिंहम और इरकियन भगवान बैठा है, अभी हम सब बैठते हैं, जब काम करना है वो खड़े हो जाएंगे. जब പണി ജോലി ചെയ്യാറാകുമ്പോഴേക്കും അദ്ദേഹം എണീക്കും. അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അതാണ് മാസ്റ്ററുടെ ഉദാഹരണം. മാസ്റ്റർ പ്രകടമാവുമ്പോൾ मास्टर कंप्लीट ആയിട്ട് പ്രകടമാവും, 100% പ്രകടമാവും. ऐसा ही हम हमारा करेज क्या है, हम खाली दिखा. സാധാരണ ഒരാളുടെ ധൈര്യം എന്താണ്? ഷോ ആണ്. 10 ആൾ വന്നാൽ പേടിച്ചു കൊടുക്കും, നമ്മുടെ അത്രേ ഉള്ളൂ. നമ്മുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ അത്രയാണ്. जब 10 आदमी आते हैं हमारा धैर्य खत्म, हमारे पीछे कोई होना चाहिए तभी हम ധൈര്യവാൻ है. ഈ ധൈര്യം അങ്ങനെയല്ല. ഈ ധൈര്യം ശാന്തമാണ്, പക്ഷേ പ്രകടമാകുമ്പോൾ 100%. പിന്നെ അതിന് വ്യതിചരിക്കില്ല. जब प्रकट होता है पूरी तरह प्रकट होता है और काम खत्म होके खुद ही उसी स्थल में वापस आता है. നമ്മൾ ആ പ്രകടിപ്പിച്ചിട്ട് ഒരു ചലനവും ഇല്ലാതെ തിരിച്ച് കസേരയിൽ വന്നിരിക്കുക. അതാണ് ഭഗവാൻ കൃഷ്ണൻ. और एक ऐसा टाइम आ जाएगा कि प्रकट होता है या नहीं होता है वो भी पता नहीं चलेगा. मास्टर का जो करेज है वो प्रकट है या नहीं हमको पता नहीं चलेगा, क्योंकि जो कुछ चल रहा है उनके हिसाब से ही चलता है. മാസ്റ്റർ ഇരിക്കുമ്പോൾ കസേരയിൽ ഇരിക്കുന്നു, ശാന്തമായിട്ടിരിക്കുന്നു. ബട്ട് ജോ ബി ഹോന ഹൈ ഹോത്താ ഹി രഹതാ ഹൈ. നമ്മൾ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ്. അതാണ് പെർഫെക്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത്. ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും? പ്രപഞ്ചത്തിൽ ഡിസ്ട്രക്ഷൻ നടക്കുന്നു, കൺസ്ട്രക്ഷൻ നടക്കുന്നു, इले युद्ध നടക്കുന്നു. हमें दुनिया में देखो सब कुछ चल रहा है. ये क्या बोल, कहीं 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 युद्ध चल रहा है, कहीं शांति है, कई लोग पढ़ते हैं, सब कुछ चल रहा है. पर मास्टर का स्टेट क्या है? मास्टर का स्थिति എന്താണ്? वो एकदम शांत होके उधर बैठा है, उनसे ही सब कुछ प्रकट होता है. അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറയുന്നത്. എല്ലാം അദ്ദേഹത്തിനുള്ളിൽ പ്രകടമാവുന്നു, പക്ഷെ അദ്ദേഹം ആക്റ്റീവ് അല്ല. इसमें भगवद गीता के बोलते हैं कि अकर्म का भाव, അകർമ്മ പോലത്തെ അകർമ്മം എന്നാണ് അതിന് പറയുന്നത്. അകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുക. हम अकर्म शब्द सुनते हैं तो सोचेंगे कि वो काम नहीं करता है. ऐसा नहीं है, काम चलता ही रहता है, पर ये अचल है, यही अकर्म है. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മളൊരു കല്ല് പോലെ അകർമ്മം എന്നല്ല, കല്ല് അടങ്ങുന്ന കല്ല് തന്നെയാണ്. പക്ഷേ ये ऐसा नहीं है, ये पूरी तरह सेटल्ड है, पूरा प्रेम में बैठा है, सब कुछ चलता है, वो सब कुछ विटनेस करते हैं, सब कुछ उनके हिसाब से चल रहा है, पर वो किसी में भी भाग नहीं लेता. മാസ്റ്റർ അതിലൊന്നിനും ഇടപെടുന്നില്ല, പക്ഷെ എല്ലാം മാസ്റ്റർകാരനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ ഉയരുന്നത്, ആ ഒരു പെർഫെക്റ്റ് കാംനെസ്, അവിടേക്കാണ് നമ്മുടെ യാത്ര നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് സെക്കൻഡ് പോയിന്റും ഫോർത്ത് പോയിന്റ് നമ്മളുടെ കോऑर्डिनेशन. ये कंप्लीट आविല്ല, ये कंटिन्यूस है. ऐसा नहीं कि ये हो गया, ऐसा नहीं होगा. परफेक्शन की तरफ हमको उसके जैसा बनना है, മാസ്റ്റർ ജൈസ, ഭഗവാൻ കെ ജൈസ बनना है. അപ്പോൾ ആ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ താഴേക്ക് താഴേക്ക് വഴുതി പോകും. जब हम आगे चलते हैं कभी कभी ऐसा मौका आता है कि कब हमारे पैर फिसल जाते हैं, पर हमको वापस आना चाहिए. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ സെക്കൻഡ് പോയിന്റിൽ കാംനെസ് ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. ഇവിടെ ധൈര്യമുണ്ടെങ്കിലും പേടിയുണ്ട്. ഈ ഓപ്പോസിറ്റ് है, इधर भय भी है, निर्भयता भी है, भय भी है. इधर कामनेस भी है, थोड़ा रेस्टलेसनेस भी है. रेस्टलेसनेस ഇല്ലെങ്കിൽ എന്താണ്ടാവുക? പേടിയില്ലെങ്കിൽ എന്താണ്ടാവുക? നമ്മൾ തെറ്റ് ചെയ്യാൻ യാതൊരു മടി ഉണ്ടാവില്ല. जैसा एक राक्षस है, इतना धैर्यवान है, क्रूर कृत्य करता ही रहता है. ഒരു ധൈര്യവാനായിട്ടുള്ള രാക്ഷസനായി കഴിഞ്ഞാൽ ആലോചിച്ചു, അയാൾക്ക് പേടിയില്ല, ഒന്നിനും പേടിയില്ല. നമുക്കുള്ളിലൊരു ഭയമുണ്ട്. എന്താണ് നമ്മുടെ ഭയം? ഒരു അഭ്യാസിയുടെ ഭയം എന്താണ്? अभ्यासी भय എന്ന് പറഞ്ഞാൽ കാല് താഴേക്ക് വീഴരുത്. हमारे पैर फिसल नहीं जाना है, हमको फिर नीचे नहीं जाना है, हमारे सेंसरी तल पर नहीं जाना है. उसी को ही
ലാലാജി മഹാരാജ് പാപ് പോലത്തെ പാപ് ഓർ പുണ്യം. നമ്മൾ പാപം എന്ന് പറയുമ്പോൾ തെറ്റുകൾ, പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിനെ इंद्रियത്തിന്റെ തലത്തിലേക്ക് വിടുന്നതിനെ പാപം എന്ന് പറയും. जब हम नीचे की तरफ हमारे सेल्फिश तरफ की तरफ जाते हैं तब पाप होते हैं, और जब सेल्फलेस होते हैं भगवान की तरफ आते हैं तब पुण्य होते हैं. अब जब जब हम हमारे फायर फिसल के नीचे जाता है तो करेक्शन अपने आप हमारे अंदर हम करने लगते हैं. അതും നമുക്ക് വരുന്നത് സാധന അറിയാം. അപ്പൊ ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് സാധന കൂടുതൽ 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 ശ്രദ്ധിക്കേണ്ടി വരും. हमारा ये जो जो कैरेक्टर आता है, നമ്മുടെ ഒരു സ്വഭാവങ്ങൾ വരുമ്പോൾ നമ്മളത് കൂടുതൽ ഡീപ്പാക്കാൻ വേണ്ടിയിട്ട്, പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. നമുക്ക് സമാധാനം കിട്ടി, ഇനി മെഡിറ്റേറ്റ് ചെയ്യേണ്ടതെന്നല്ല അർത്ഥം. സമാധാനം കിട്ടി, ഇപ്പോൾ നല്ല ധൈര്യമുണ്ട്, മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നല്ല അർത്ഥം. കൂടുതൽ मेडिटेट ചെയ്യണം. जब ऐसा आता है तो ज़्यादा ध्यान करना है कि ये परमानेंट होना चाहिए. ऐसा करते करते एक स्टेज आ जाएगा कि हम हमारे जो प्रार्थना में बोलते हैं, वो मास्टर दौ आर द रियल गोल ऑफ ह्यूमन लाइफ. നമ്മൾ പ്രേയറിൽ പറയുന്നില്ലേ, ഓ മാസ്റ്റർ ദൗ ആർ ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ്. ആ പെർഫെക്ഷനുള്ള സ്റ്റേജിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഹൃദയമണ്ഡലത്തിൽ എത്തിയിട്ടുള്ളൂ. അപ്പം അഭി ഹൃദയമണ്ഡലമേ हम अभी भी लिबरेटेड नहीं है, നമ്മൾ മോക്ഷം കിട്ടിയിട്ടില്ല, അവിടെ പഠിക്കാൻ ബാക്കി കിടക്കുന്നുണ്ട്, ഇനി ക്ലാരിറ്റി വരാനുണ്ട്. इसीलिए हमारी यात्रा कंटिन्यू करता ही रहना है. हम लोग कंटिन्यूस मेडिटेशन, जब तक मास्टर बोलते हैं कि तुम मेडिटेशन नहीं करो तुम्हें दूसरा काम देता हूँ. मास्टर ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇനി മെഡിറ്റേറ്റ് ചെയ്യേണ്ട, നിനക്ക് വേറെ ഒരുപാട് കാര്യം. 24 आवर्स हम मेडिटेशन में होते हैं. इसको सतत स्मरण बोलते हैं. सतत स्मरण में मेडिटेशन की जरूरत नहीं है, क्योंकि सब सदा समय मेडिटेशन में उस टाइम अवगनी डाल के मेडिटेशन आवश्यक है. एक टाइम में बाबूजी महाराज ने चारी जी महाराज को बोला, अब तुम ध्यान करने की जरूरत नहीं है. चारी जी महाराज ने बाबूजी महाराज को नहीं मेडिटेट ചെയ്യേണ്ട. कारण എന്താണ്, तुम्हें मैं दूसरा काम देता हूँ. दूसरा काम है 24/7, एक एक मोमेंट बाबूजी का ही काम करता है, तो उसमें ध्यान की जरूरत नहीं. ऐसा एक टाइम कब आएगा हमको पता नहीं, वो मास्टर ही बोलेंगे. നമുക്കറിയില്ല എപ്പോഴെത്താൻ പോകണം. നമ്മൾ തീരുമാനിക്കുക मैं सतत मेरे में हूँ, मैं मेडिटेशन खत्म करता, ऐसा मुझे मैं बोल नहीं सकता. हाँ तभी नहीं करते. सतत स्मरण की तरफ जब हमको पहुंचने के लिए मेडिटेशन करना है. एक टाइम में सतत स्मरण एस्टेब्लिश्ड हो गया. सतत स्मरण माने कि मैं जब काम करता हूँ मास्टर ही काम करता है, हमको हर स्मरण, दूसरा कुछ नहीं आता है. मैं शब्द बोलता हूँ तो ഓട്ടോമാറ്റിക്കലി മുझे आता है कि മാസ്റ്ററി है. അങ്ങനെ ഒരു സ്റ്റേജ് വരും. നമ്മളിപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ആ കാര്യം അങ്ങനെ ഇല്ല. അപ്പോൾ മാസ്റ്റർക്ക് ഈ പത്തായ നമുക്കറിയില്ല. അപ്പോൾ മാസ്റ്റർ പറയുന്നവരെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. നമുക്കറിയില്ല ആ സ്റ്റേജ് എന്താണെന്ന്. അപ്പോൾ ഈ യാത്ര കാ ഫോർത്ത് ചക്രക്ക ഒരു ലെവല്, ഫോർത്ത് ചക്രം സെക്കൻഡ് ചക്രം തമ്മിലുള്ള ആ ഒരു ഹാർമണി നമുക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. കുറച്ചു നേരം ധ്യാനത്തിലിരിക്കാം. ആദ്യം വാട്ടർ പോയിന്റിന്റെ क्लीनिंग ആണ്. वाटर पॉइंट का शुद्धिकरण क्लीनिंग करना है. वाटर पॉइंट എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. വാട്ടർ പോയിന്റ് ഹാർട്ട്, നമ്മുടെ ചെസ്റ്റ് റീജിയന്റെ राइट साइड മുകളിലെ ഭാഗം, അതേപോലെ छाती के दाएं भाग के ऊपरी पार्ट, वही है वाटर पॉइंट, जल चक्र. കണ്ണുകളടച്ച് शांतമായിരിക്കും. आंख बंद करके शांत होके बैठिए. फर्स्ट पॉइंट की तरफ ना अटेंशन लाइए. ഫസ്റ്റ് പോയിന്റിലേക്ക്, ഫസ്റ്റ് പോയിന്റ് ആണ് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന സ്ഥലം. ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ്, ലോവർ പാർട്ട്. ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. उस दिव्य प्रकाश में ध्यान आरंभ कीजिए. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക.
दिव्य प्रकाशത്തിൽ ध्याനം തുടരുക. मन में चिंताएं आती है तो धीमे से उनको इग्नोर कीजिए और दिव्य प्रकाश में ध्यान चालू रखिए. प्लीज स्टार्ट मेडिटेशन. ഇനി ശ്രദ്ധ ഫോർത്ത് പോയിന്റിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരൂ. ना अटेंशन फोर्थ पॉइंट के सेंटर में लाइए, राइट साइड ऑफ चेस्ट, अपर पार्ट. अपना ध्यान फोर्थ पॉइंट में चालू रखिए. फोर्थ पॉइंट ले मेडिटेशन कंटिन्यू चाहिए. फोर्थ पॉइंट क्लीनिंग आना. फोर्थ पॉइंट की सफाई करना है पहले. फोर्थ पॉइंट जल चक्र सेंटर, उधर ही जल का एलिमेंट है. फोर्थ पॉइंट സെൻറ്ററിലാണ് വാട്ടർ എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. उधर सफाई होते महसूस कीजिए. ഫിഫ്ത്ത് പോയിന്റ് കഴുത്തിൻ്റെ താഴ്ഭാഗം. ഫിഫ്ത്ത് പോയിന്റ് वायु एलिमेंट गर्दन के लोअर पार्ट में. उधर वाटर एलिमेंट 9 o'clock പൊസിഷൻ में है. അവിടെ വാട്ടർ എലിമെൻറ്റ് 9 o'clock പൊസിഷനാണ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. उधर सफाई होते महसूस कीजिए. ഇനി ഫസ്റ്റ് പോയിന്റിലേക്ക് വരൂ. ഫസ്റ്റ് പോയിന്റ് എർത്ത് പോइंट, लेफ्ट साइड ऑफ चेस्ट, लोअर पार्ट. छाती के बाई भाग के लोअर पार्ट में है. उधर 6 o'clock പൊസിഷൻ में है वाटर एलिमेंट. അവിടെ 6 o'clock പൊസിഷനിലാണ് വാട്ടർ എലിമെൻറ്റ്. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. उधर 6 o'clock പൊസിഷൻ में सफाई होती महसूस कीजिए. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരൂ. सेकंड पॉइंट आत्मा पॉइंट, राइट साइड ऑफ चेस्ट, लोअर पार्ट. सेकंड पॉइंट आत्मा पॉइंट है. छाती के दाएं भाग के लोअर पार्ट में है आत्मा पॉइंट. उधर 3 o'clock പൊസിഷൻ में വാട്ടർ എലിമെൻറ്റ്. അവിടെ മൂന്നാമത്തെ 3 o'clock പൊസിഷനിലാണ് അവിടെ വാട്ടർ എലിമെൻ്റ് ഉണ്ട്. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. उधर 3 o'clock പൊസിഷൻ में सफाई होते महसूस कीजिए. ഇനി തേർഡ് പോയിന്റിലേക്ക് വരൂ. തേർഡ് പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ്, അപ്പർ പാർട്ട്.
थर्ड पॉइंट फायर पॉइंट है, वो छाती के बाई ഭാഗത്തെ ऊपरी पार्ट में है. അവിടെ 12 o'clock പൊസിഷനിലാണ് വാട്ടർ എലിമെന്റ്. തേർഡ് പോയിന്റ് 12 o'clock പൊസിഷൻ क्लीनिंग നടക്കുന്നതായി അനുഭവിക്കും. थर्ड पॉइंट के 12 o'clock क्वेश्चन में सफाई होते महसूस कीजिए. ഇപ്പോൾ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. തിരിച്ച് ഫോർത്ത് പോയിന്റ് സെൻറ്ററിലേക്ക് വരും. അപ്പോൾ अभी फोर्थ पॉइंट क्लीनिंग ख़त्म हो गया है. फोर्थ पॉइंट के सेंटर में वापस आइए. फोर्थ पॉइंट क्वालिटीज़ करेज, धैर्യം, ह्यूमिलिटी, विनय, ഫിയർലെസ്നെസ്, ഭയമില്ലാത്ത അവസ്ഥ, നിർഭയത. ये अब ആത്മാ എലിമെന്റ് से ഹാർമണി होना है. ഇതും ആത്മാ എലിമെന്റിന്റെ ക്വാളിറ്റീസ് ആയിട്ട് ഹാർമണിയിൽ കൊണ്ടുവരാണ്ട്. फोर्थ पॉइंट के 6 o'clock क्वेश्चन में है आत्मा ईथर एलिमेंट. फोर्थ पॉइंट 6 o'clock क्वेश्चन ആണ് ഈഥർ എലിമെന്റ്, അതായത് സെക്കൻഡ് പോയിന്റ് എലിമെന്റ്. സെക്കൻഡ് പോയിന്റിന്റെ ക്വാളിറ്റീസ് ആയിട്ടുള്ള ശാന്തി, സമാധാനം, കമ്പാഷൻ, ഇതെല്ലാം ഫോർത്ത് പോയിന്റിന്റെ കറേജും, അതായത് ധൈര്യവും, വിനയവും, നിർഭയതയും എല്ലാം ഹാർമണിയിൽ, ലയത്തിൽ എത്തിച്ചേരുകയാണ് എന്ന് അനുഭവത്തിൽ ധ്യാനിക്കും. सेकंड पॉइंट के क्वालिटीज़ शांति, समाधान और फोर्थ पॉइंट के निर्भयता, धैर्य, विनय, ये अभी तालमेल में हार्मनी में हो रहा है. इस संकल्प में थोड़ी देर ध्यान में बैठिए. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്തോടെ ഇന്ന് ലഭിച്ചിട്ടുള്ള ഈ ക്വാളിറ്റീസ് മാസ്റ്ററുടെ സേവനത്തിനായി മാസ്റ്ററുടെ കൃപയോടുകൂടി തന്നെ പ്രകടമാവും എന്ന് സങ്കല്പിക്കണം. मास्टर की कृपा से जो क्वालिटीज़ आज मिला है, मास्टर की सेवा में मास्टर के ही कृपा से प्रकट होगा, ऐसा संकल्प लेते हुए धीमे से आंख खोली, പതുക്കെ കണ്ണുകൾ തുറക്കും.